ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും പോയിൻറ്റ്സുകൾ ശ്രദ്ധിച്ചാൽ മതി. ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ക്യാൻഡിൽ സ്റ്റിക്ക്. ചാർട്ട് നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത്രയും പോയിൻറ്റ്സുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പോയൊന്ന് കണ്ടു നോക്കുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമാണ്. ഇത് ഏതെങ്കിലും ഒരു ചാർട്ടായിട്ട് കണ്ടാൽ മതി. ഇന്ന ചാർട്ടിലേ ഇങ്ങനെ നടക്കും എന്നൊന്നുമില്ല. ഇത് ലോകത്തുള്ള എല്ലാ ചാർട്ടിലും, ഏത് ചാർട്ടിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ ചാർട്ടിൽ പോയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നതുണ്ട് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ അതിന് മുമ്പ് ഒരു ഹൈ വെച്ചിട്ട്, എന്നുവെച്ചാൽ ഇത് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല, അതിന് മുമ്പ് തന്നെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നു, തിരിച്ച് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, താഴെ വരുന്നു, തിരിച്ച് വീണ്ടും പോകുമ്പം ഈ ഹൈക്ക് മേളിൽ പോകുന്നില്ല, വീണ്ടും തിരിച്ച് താഴത്ത് വരുന്നു. അപ്പോൾ ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ പോകാതെ ഇങ്ങനെ ലോവർ ഹൈ ലോവർ ലോയിൽ വരും. ഇതിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ വരുന്നതിന് ലോവർ ഹൈ ലോവർ ലോയിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ ഹയർ ഹൈ ഹയർ ലോ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ആ ഒരു രീതിയാണ് ഹയർ ഹൈ ഹയർ ലോയിൽ പോകുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറി പുതിയൊരു ലോ വെക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരത്തില്ല, വീണ്ടും തിരിച്ച് ആ ഹൈക്ക് മുകളിൽ കയറാൻ നോക്കും. ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ ഇങ്ങനെ കയറി പോകുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ആ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ലോയിൽ പോകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ നിലവിൽ നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഇത്രയും ഒരു ഏരിയ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള രീതി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഇവിടുന്ന് മാർക്കറ്റ് നല്ല ദൂരം സഞ്ചരിച്ച് താഴത്ത് വന്നിരുന്ന ഒരു ഏരിയ. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്ത് വന്നിരുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും ഒരു ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. ഇറങ്ങി വന്നതിൽ മാർക്കറ്റിൽ അവസാനത്തെ ഒരു ഹൈ പോയിൻ്റ് ആയിരുന്നു ഇവിടെ. എന്തുകൊണ്ടാണ്? ലോവർ ഹൈ ലോവർ ലോയിൽ മുകളിൽ നിന്ന് താഴത്ത് വന്ന് ഇവിടെ ഒരു ഹൈ വെച്ചു, ഈ ഹൈയിൽ നിന്നാണ് ഇങ്ങ് താഴെ വരെ വന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് വീണ്ടും അതേ ഹൈ വരെ പോയി തിരിച്ച് താഴത്ത് വന്നപ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് സ്ട്രോങ് ആയിട്ട് പോവാതെ അവിടെയുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ്, നമ്മൾ ജസ്റ്റ് ചാർട്ടിനെ മുകളിൽ നിന്ന് നോക്കുക. അപ്പോൾ ഇവിടെങ്ങും ഇല്ലാത്ത ഒരു ബൈയും പ്രഷർ നമുക്ക് ഇവിടെ കാണാം അല്ലേ? ഇതും നമ്മൾ വാച്ച് ചെയ്യണം. നല്ലൊരു ബൈയും പ്രഷർ ഈ താഴത്ത് വന്നപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ഒരു ലോയിൽ നിന്നും നല്ല രീതിയിൽ കയറി അവസാനത്തെ ഹൈ വരെ മാർക്കറ്റിന് പോകാനും പറ്റി. അപ്പോൾ അവിടെ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? നല്ല രീതിയിൽ ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് വന്നാലും അതിനെ ഒരു സപ്പോർട്ടായിട്ട് റെസ്പെക്റ്റ് ചെയ്യാമെന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായി? ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ സപ്പോർട്ട് ഏരിയയ്ക്ക് താഴത്ത് വന്ന അവിടെയുള്ള തൊട്ട് താഴത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയിട്ട് പിന്നെന്താ സംഭവിച്ചത്? അവസാനത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് വന്ന അതേ ഹൈ ഏരിയനെ തന്നെ, ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, അതേ ഹൈ ഏരിയനെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറാൻ നോക്കി. തിരിച്ച് വരുമ്പോൾ അപ്പം ഇങ്ങനെ അവസാനത്തെ ഹൈനെ കട്ട് ചെയ്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ഈ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാമെന്നുള്ള വ്യൂ ആണ് അവിടെ. ഓക്കെ, പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവിടുന്ന് കയറി വീണ്ടും താഴത്ത് വരാൻ നോക്കി. ഇങ്ങനെ മുകളിലോട്ട് ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ സപ്പോർട്ടിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ട്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കേണ്ടത്. താഴത്തോട്ടുള്ള ട്രേഡ് നിങ്ങൾ നോക്കണ്ട. ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ സപ്പോർട്ടിൽ വരുമ്പം ബൈ എടുക്കാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, ഈ സപ്പോർട്ട് ഹൊറിസോണ്ടലായിട്ടും വരാം, അതുപോലെ ഇങ്ങനെ ട്രെൻഡായിട്ടും വരാം, ഇങ്ങനെ ട്രെൻഡായിട്ടും പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്രെൻഡ് ലൈനി വെച്ചിട്ടോ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് നോക്കിയിട്ടോ നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന മാർക്കറ്റ് എന്താ സംഭവിച്ചത്? പിന്നീട് അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകാതെ അതേ സപ്പോർട്ടിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്ത് നിന്ന് തിരിച്ച് വീണ്ടും ആ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറി. ഓക്കെ, അപ്പോൾ തിരിച്ച് ഈ മാർക്കറ്റ് മുകളിൽ ഇത്രയും, പിന്നൊരു കാര്യം ഇവിടെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, താഴെ നിന്നും ഇത്രയും ദൂരം മാർക്കറ്റ് മുകളിൽ പോയതാണ്, താഴെ നിന്നും ഇത്രയും ദൂരം മാർക്കറ്റ് മേളിൽ പോയതാണ്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ കൈ വെച്ച് മാർക്കറ്റ് അങ്ങനെ കയറി പോകത്തില്ല. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക, എന്താണ്, താഴെ നിന്നും ഇത്രയും ദൂരം വന്നതാണ്. അപ്പോൾ ഒരു 10 രൂപയിൽ നിന്നും ഒരു 100 രൂപ വരെ എത്തി. അപ്പോൾ നമ്മളായാലും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ലേ? തിരിച്ചൊരു ഡിസ്കൗണ്ട് പ്രൈസ് വരുമ്പോൾ നമുക്ക് നോക്കാം, അടുത്തൊരു സപ്പോർട്ട് വരുമ്പോൾ. അപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കയറിയിട്ട് ബൈ എടുക്കാനൊന്നും നിൽക്കരുത്, ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനത്തെ ഒരു ലോ ഇപ്പോൾ എവിടെയായി? നല്ലൊരു എക്സ്ട്രീം ലോ എന്ന് പറയുന്നത് ഇവിടെയായി. ഓക്കെ, എന്തുകൊണ്ടാ? ഇവിടുന്ന് ഇത്രയും ദൂരം തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്ത് പോയൊരു ലോയാണ് അവിടെ. അപ്പോൾ തിരിച്ച് ഇതേ ലോയിൽ വരുമ്പം അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാം എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഹയർ ലോയിൽ പോകുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമാണ്. ഇവിടുന്ന് താഴത്തോട്ട് വരുന്ന മൂവ്മെൻറ്റ് നോക്കുക. ഓക്കെ, താഴത്തോട്ട് ലോവർ ലോയിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ലോവർ ലോയിൽ വരുന്ന മാർക്കറ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ താഴത്തോട്ടുള്ള ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ മുകളിൽ നോക്കുമ്പോൾ ഇതൊരു എംപാറ്റയാണെന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഹൈക്ക് മേളിൽ പോവാതെ തിരിച്ച് താഴത്ത് വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് അന്നേരം മനസ്സിലായി ഇത്രയും ദൂരം മാർക്കറ്റ് മുകളിൽ പോയതാണ്, തിരിച്ച് ഹൈ വെക്കാതെ സ്ട്രോങ് ആയിട്ട് താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ തിരിച്ച് കയറുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആവുകയെ, ഇവിടെ നിന്ന് നമുക്ക് താഴത്തോട്ട് ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതും വരുന്നത് എങ്ങനെയാണ്? തിരിച്ച് ലോവർ ലോയിൽ തന്നെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സപ്പോർട്ട് വന്ന് താഴത്തുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് തൊട്ട് മുമ്പുള്ള ഹൈ അന്നേരം ഇതാവും. അത് ആ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ നോക്കുക. ഇവിടെ എന്താണ്, ഇവിടുന്ന് ഇത്രയും ദൂരം വന്നതിൽ ഇവിടെ വെച്ചിട്ടാണ് നല്ലൊരു ബൈയും പ്രഷർ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ബൈയും പ്രഷർ വന്നതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ടു സപ്പോർട്ടിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? മുകളിൽ നിന്നും താഴത്തോട്ട് വന്ന മാർക്കറ്റാണ്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ. ഇതേ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ബൈയും പ്രഷർ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറി. അപ്പോൾ അവസാനത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ആ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി. അപ്പോൾ എന്താ, ആ ഹൈക്ക് മുകളിൽ ഒരു ഹൈ വെച്ചു. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന റെസിസ്റ്റൻസ് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് ഈ ഹൈയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് ഇങ്ങനെ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ എന്താവും, അതേ ഏരിയയിലോട്ട് പിന്നീട് മാർക്കറ്റ് ചെല്ലുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ആ ഒരു വ്യൂ ആയിരിക്കണം നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ ആയിരിക്കണം കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടത്. അല്ല നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രേഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് പകരം ഇങ്ങനെ ട്രെൻഡായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾ നോക്കുക, താഴെ എന്താണ്? താഴെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ലോ വെച്ചിട്ട് തിരിച്ച് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോയി. എന്നിട്ട് താഴത്ത് വന്നപ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ലോ ഇവിടം വരെ ഉണ്ട്. ആ ലോ വരെ വരാതെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് മാർക്കറ്റ് കയറി. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നേരം ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് വരയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇല്ലേ? ആ സപ്പോർട്ടിൽ വരാതെയാണ് ഇവിടുന്ന് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും മേളിൽ എങ്ങനെയാണോ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നമ്മൾ പ്ലാൻ ചെയ്ത്, അതുപോലെ തന്നെ ഈ താഴെയും
ഈ 2 പോയിൻ്റ് തമ്മിൽ ട്രെയിൽ ലൈൻ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താകാം, നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് മുകളിൽ പോയി തിരിച്ചു വന്നപ്പം ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മേളിൽ പോയി. അപ്പം ഇവിടെയും ഒരു പോയിൻ്റ് കിട്ടി. അന്നേരമാണ് നമ്മൾ ഈ ട്രെയിൽ ലൈൻ കണക്ട് ചെയ്യുന്നത്. തിരിച്ച് മൂന്നാമത് ഇതേ ട്രെയിൽ ലൈൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അല്ലാതെ നമ്മൾ ഈ ഒരു താഴത്തുള്ള സപ്പോർട്ട് നോക്കിയിരിക്കാനാണെങ്കിൽ നമുക്കവിടെ ഇരിക്കാനേ പറ്റൂ, ട്രേഡ് കിട്ടത്തില്ല. അപ്പോൾ ഈ ചാർട്ട് നോക്കിയിട്ട് ആ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചാൽ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ആ ഒരു ട്രെയിൽ ലൈൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തു. തിരിച്ച് വീണ്ടും ആ ട്രെയിൽ ലൈൻ്റെ മുകളിൽ കയറി വീണ്ടും ഒരു ലോ വെച്ചു. തിരിച്ച് തൊട്ടുമ്പോൾ ഹൈക്ക് മേളിൽ പോവാതെ ഡബിൾ ടോപ്പ് പോലെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു എം പാറ്റേൺ പോലെ വന്നിട്ട് അതിനെ കട്ട് ചെയ്തിറങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രെയിൽ ലൈൻ്റെ ആവശ്യം ഇനി നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന ഒരു എം പാറ്റേണിൻ്റെ രീതി നോക്കുക. താഴെ നിന്നും കയറിയിട്ട് ഇവിടെ വന്നിട്ട് തൊട്ടുമുമ്പുള്ള ഹൈ വരെ പോകാതെ താഴത്ത് വന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, തൊട്ടുമുമ്പുള്ള ഹൈ വരെ പോയി, പക്ഷേ അതിൻ്റെ മുകളിൽ പോയില്ല. ഇതിന് ഡബിൾ ടോപ്പ് എന്ന് പറയും. ഓക്കെ, ഇവിടെ വെച്ചത് ഈ ഒരു എം പാറ്റേൺ എന്ന് പറയുന്നത് ഫെയിൽഡ് ഹൈ ആണ്. അതായത് ഹൈ വെച്ചിട്ടില്ല, തൊട്ടുമുമ്പുള്ള ഹൈക്ക് മേളിൽ പോയില്ല, അതിന് മുമ്പ് തന്നെ തിരിഞ്ഞു. ആ ഹൈക്ക് മേളിൽ പോകാതെ അതിന് മുമ്പ് തന്നെ തിരിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സപ്പോർട്ട് ഏരിയയിൽ, റെസിസ്റ്റൻസ് ഏരിയയിൽ ഏതൊക്കെ രീതിയിൽ ചെന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കയറിപ്പോയ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നല്ലോ. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. എന്തുകൊണ്ടാണ്, ഇവിടെ നിന്ന് മുകളിൽ പോയി താഴെ വന്നു. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ റെസിസ്റ്റൻസിനെ പോലും സപ്പോർട്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പം ഹയർ ലോയിൽ മുകളിലോട്ട് പോകുമല്ലേ. അപ്പോൾ നല്ല ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്ന് സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കേണ്ടുന്ന കാര്യം, 10 രൂപയിൽ വാങ്ങിയ ആൾക്കാർ 100 രൂപ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ അടുത്ത ബൈ ട്രേഡ് നോക്കാം എന്നുള്ള വ്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായി, തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പുകളും ഒന്ന് ശ്രദ്ധിച്ചോണം. ഗ്യാപ്പുകളും സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് നേരത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി. അപ്പോൾ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, മുകളിൽ നിന്നും താഴത്തോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? മുകളിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് സെല്ലിങ് ക്യാൻഡിലുകൾ വരുന്നുണ്ട്, ഓരോരോ സെല്ലിങ് ക്യാൻഡിലുകളും. താഴെ വന്നിട്ട് ഇവിടെ ഉള്ള ഈ ഒരു സെല്ലിങ് ക്യാൻഡിൽ നോക്കുക. എന്താണ്, മുകളിൽ നിന്ന് വന്നിട്ടുള്ള സെല്ലിങ് ക്യാൻഡിലിന് അത്രയും പ്രഷറില്ല, ഒരു ഇൻഡിസിഷൻ പോലെയാണ്. താഴത്തോട്ട് വരാൻ ശ്രമിച്ച മാർക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് പിടിച്ചുകൊണ്ടുപോയ മാർക്കറ്റ്. അപ്പോൾ ബയ്യേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മുകളിലെങ്ങും ഇല്ലാത്തൊരു ബൈയിങ് പ്രഷർ ഇവിടെ വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം എന്താ സംഭവിച്ചത്, അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ ഒരു സപ്പോർട്ട് എടുത്തൊരു ഏരിയ ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു, കയറി വന്നതിൽ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയ ഏരിയ. അപ്പോൾ തിരിച്ച് താഴത്ത് ഇവിടം വരെ വന്നോളും. ഇവിടം വരെ വരണ്ടേ, ഇവിടെയല്ലേ നല്ലൊരു സപ്പോർട്ട് കിടക്കുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള. ഈ സപ്പോർട്ടിൽ വന്നില്ല. ഈ സപ്പോർട്ടിൽ വരാതെ പോകുമ്പോൾ നമ്മൾ അന്നേരം എന്താ അവിടെ ചെയ്യേണ്ടത്, താഴത്തെ ഈ ഒരു സപ്പോർട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വിടുക. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വിടുക. അപ്പോൾ എന്താവും, മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ് തിരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്, ഇവിടുന്ന് ഇവിടെ വന്നു, 2 പോയിൻ്റ് കിട്ടിയപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തു. രണ്ട് പോയിൻ്റ് കിട്ടിയപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തു. മുകളിൽ പോയി
തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ ഇത് സപ്പോർട്ടാകാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും ബൈ പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ട്രെൻഡ് ലൈൻ നോക്കുമ്പോൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ടിൽ കിട്ടാതെ 2 പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ അന്നേരം മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി ഇവിടം വരെ ഹൈ വെച്ചു, താഴെ വന്നു. അപ്പോൾ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണല്ലോ. ഓക്കെ, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് നമ്മൾ നോക്കുക, ഇവിടുന്ന് മുകളിലോട്ട് പോയി ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, തിരിച്ച് തൊട്ടുമുമ്പുള്ള ഹൈക്ക് മേളിൽ ഒരു ക്യാൻഡിൽ ഡെയിലിയിൽ ക്ലോസ് വെക്കാൻ പറ്റി. തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ വീണ്ടും ഈ ഒരു ലോ വരെയും ഇത് സപ്പോർട്ടാകാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇൻട്രാഡേ പോലെ. ഓക്കെ, ഇത് എല്ലാ ടൈം ഫ്രെയിമിലും വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ലോങ് ടൈമിലും ഇതേ കണക്ക് സ്റ്റഡികൾ പ്ലാൻ ചെയ്തിട്ട് തൊട്ട് മുമ്പുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഏരിയകൾ ട്രെൻഡ് നോക്കിയിട്ട് ടാർഗറ്റായിട്ട് വെച്ചിട്ട് ചെയ്യാം. റൈഡ് ചെയ്യണമെങ്കിലും റൈഡ് ചെയ്യാം. ഇപ്പോൾ റൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. തിരിച്ച് അതേ സപ്പോർട്ടിൽ വന്നപ്പോൾ ബൈ നോക്കി തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ വീണ്ടും കയറാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേക്കുക, എന്താണ്, ഈ ഒരു ഹൈക്ക് മുകളിലാണ് ഈ ഒരു ഹൈ വെച്ചത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഹൈനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. എന്തായി, അപ്പോൾ തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് വരുമ്പോൾ ഈ ഒരു പോയിൻറ്റും കണക്ട് ചെയ്തു, താഴെ വന്നു. തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഇതിലോട്ട് വരുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആകാമെന്നുള്ള വ്യൂ. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് താഴത്തോട്ട് ട്രേഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ SL പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് തിരിച്ചു വരുമ്പോൾ. ഓക്കെ, എന്തുകൊണ്ടാ, ഇവിടുന്ന് മോളി വരെ പോയൊരു ഏരിയ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊരു സപ്പോർട്ടാവും. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ്. താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഗ്യാപ്പ് ഒളിഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഗ്യാപ്പ് കണ്ടു, ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് പോയതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ ഗ്യാപ്പിനെ വന്ന് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോയി. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, വേറെ മാർക്കറ്റ് മുകളിലത്തെ ഹൈയിൽ നിന്നും താഴെ വന്നു, തിരിച്ച് വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോകാതെ തിരിച്ച് താഴത്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്താ, ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും കയറി ഇവിടെ ഒരു ഹൈ വെച്ചു, തിരിച്ച് വീണ്ടും താഴത്ത് വന്നു. നമ്മൾ താഴെ നിന്നും കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ, വീണ്ടും അതേ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ലോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറി. അപ്പോൾ അവസാനത്തെ ഒരു ഹൈ ഇപ്പം നിലവിൽ ഇവിടെയായിരുന്നു. ആ ഒരു ഹൈക്ക് മുകളിൽ കയറിയാൽ അതിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത ഹൈ തന്നെയാണ്. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലെ ഹൈ ആണ്. ആ ഒരു ഹൈയിൽ ചെല്ലുമ്പോൾ വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ താഴത്തോട്ട് വരുമ്പം ഇവിടെയും നമുക്കൊരു ഗ്യാപ്പ് കാണാം അല്ലേ. ഇതൊരു ഗ്യാപ്പ് ഏരിയ ആണ്. ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് വേണമെങ്കിൽ മുകളിലോട്ട് പോകാം. താഴത്തോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വരെ വീണ്ടും വരാം, ആ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ട് ബുള്ളിഷിൽ തന്നെയാണ്. ഈ ഒരു ഏരിയ ഇപ്പം നിൽക്കുന്ന ഒരു ഏരിയ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരു സൈഡ് വൈസ് പോലെ വലിയൊരു മൂവ്മെൻറ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലിംഗ് സൈഡിലോട്ടും ബൈയിങ് സൈഡിലോട്ടും പ്രഷർ പോകാമെന്നുള്ള രീതിയിലായിട്ടുള്ള ഒരു നിൽപ്പാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടും പോകാം എന്നുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു നിൽക്കുന്ന ഏരിയ നോക്കിയിട്ട് ഒന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് വരികയാണെങ്കിൽ, ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കുക. എന്താണ്, മാർക്കറ്റ് മുകളിൽ നിന്നും താഴത്ത് വന്നു,
ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ ഉണ്ടായി, വീണ്ടും താഴെ വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഹൈ ഇതായി. ഓക്കെ, ഒരു ഹൈ. അപ്പോൾ തിരിച്ച് വീണ്ടും ആ ഒരു ഹൈക്ക് അടുത്ത് വന്നിട്ട് വീണ്ടും അതേ ലോയിൽ വന്നു. അപ്പോൾ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? മുകളിൽ നിന്നും ഇത്രയും ദൂരം താഴെ വന്നു. അപ്പോൾ എവിടെ വന്നിട്ടാണ് നല്ലൊരു ബൈയിങ് പ്രഷർ കാണാൻ പറ്റിയത്? ഇവിടെ വന്നപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ കാണാൻ പറ്റുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതേ സപ്പോർട്ട് തന്നെ അവിടെ സപ്പോർട്ടായിട്ട് റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു വ്യൂ അവിടെ ഉണ്ട്. ഓക്കെ, എന്തായി? അപ്പോൾ നമ്മൾ നോക്കിയ ഒരു ഹൈ എവിടെയായിരുന്നു? ഇവിടുന്ന് താഴെ വന്നു, ഒരു ബൈയിങ് പ്രഷറായി, തിരിച്ച് താഴെ വന്നു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഇതാണല്ലോ അവസാനത്തെ ഒരു ഹൈ, മെയിൻ ഒരു ഹൈ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? താഴത്ത് വന്നു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിന് പകരം ഈ ഒരു ഹൈയും തമ്മിൽ കണക്റ്റ് ചെയ്ത് മുകളിലോട്ട് വിടുക. അപ്പോൾ മൂന്നാമത് എപ്പോഴെങ്കിലും ആ ഒരു ഹൈയിലോട്ട് വരുമ്പോൾ നമുക്ക് താഴത്തോട്ട് ട്രേഡ് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് അവിടെ ആക്ട് ചെയ്യാം എന്നുള്ളൊരു വ്യൂ ആണ്. അല്ല ഹൊറിസോണ്ടലായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. പുതിയ ഇങ്ങനെ ട്രെൻഡായിട്ട് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ ഒരു ഹൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ താഴെ നമുക്കിവിടെ എന്ത് കാണാം? ഇപ്പം നിൽക്കുന്ന ഈ ഒരു നിപ്പിൽ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കാര്യം. താഴത്ത് ഇവിടെ സപ്പോർട്ട് എടുത്ത് പോയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഈ ഒരു 1 അവറിൽ ഇവിടെ നിന്ന് താഴെ വന്നു, നമുക്ക് ആ ഒരു 2 പോയിൻ്റ് കിട്ടിയപ്പോൾ മേളിലോട്ട് ട്രെൻഡ് ലൈൻ വരച്ചു. താഴത്ത് ഇവിടെ നേരത്തെ സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. ആ സപ്പോർട്ടിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ മുകളിൽ പോയ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ ചെന്നിട്ടാണ് വീണ്ടും ഒരു റിജക്ഷൻ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഈ നിൽക്കുന്ന നിപ്പ് നമുക്ക് കണ്ണിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ രണ്ടിടത്ത് റെസിസ്റ്റൻസ് ആയി, മൂന്നാമത് ചെല്ലുമ്പോൾ അവിടുന്ന് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരാം എന്നുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, ഒരുപക്ഷെ ഈ ഒരു ലോയിൽ വരാതെ ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ലോയ്ക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും വന്നിട്ട് പുതിയൊരു ഈ ലോയിൽ വരാതെ പോവുകയാണെങ്കിൽ, വരാതെ തിരിച്ച് നല്ലൊരു ബൈയിങ് പ്രഷറിൽ പോവുകയാണെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല. നല്ല രീതിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്താൽ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും തിരിച്ച് ലോയിൽ വരാതെ നല്ല രീതിയിൽ മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, അത് മനസ്സിലാക്കിയേക്കുക. ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനും ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഇവിടെ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. താഴെ നിന്നും ഹയർ ലോയിൽ പോയ മാർക്കറ്റ് ഇവിടം വരെ വന്നു, എന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ട് വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ അവസാനത്തെ ഒരു ലോ ഇവിടെയായിരുന്നു. ഓക്കെ, ആ ലോയ്ക്ക് താഴത്ത് വന്ന് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ എന്താണ്? സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടാണല്ലോ ആ ഒരു ലോയ്ക്ക് താഴത്ത് വരുന്നത്. ഇല്ലെങ്കിൽ ഹയർ ലോയിൽ അങ്ങ് പോകത്തല്ലോ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരാതെ. ഇവിടെ അവർ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ, ഒരു ഗ്യാപ്പും ഉണ്ട്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടെ, ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അവിടുന്ന് തിരിച്ച് കയറാനും സാധ്യതയുണ്ട്. ആ ഗ്യാപ്പിന് റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ താപ്പോട്ട് തന്നെ വീഴാം. താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്യാപ്പ്, പിന്നെ അതുപോലെ ഇവിടെയാണ് അടുത്തൊരു ലോ. അപ്പോൾ ഈ ലോ വരെ അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് വരാം. അതിനുശേഷം അടുത്ത ലോ നോക്കുക. ഓക്കെ, ഇതിനെ ഒന്നും കൂടെ ഒരു 5 മിനിറ്റിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ആ മുകളിൽ പോയ മാർക്കറ്റ് എന്തായി? ഇവിടെയും ഇതും ഒരു എം പാറ്റേൺ പോലെ തന്നെയാണ്. ആ ഒരു സപ്പോർട്ടിൽ വന്നു, തിരിച്ച് തൊട്ടുമ്പോൾ ഹൈക്ക് മേളിൽ കയറാൻ പറ്റാതെ ലോയിനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കാം? റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. ആ റെസിസ്റ്റൻസ് ഹൊറിസോണ്ടലായിട്ടും വരാം, ട്രെൻഡായിട്ടും വരാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റൂ? ഇവിടെ ഒരു ഹൈ വെച്ചു,
താഴെ വന്നു, തിരിച്ച് വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെയാണ് പുതിയൊരു ലോ വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് പിന്നീട് നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യേണ്ടത്. താഴത്തോട്ട് വരുമ്പോൾ ഇത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അന്നേരം നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായി? നമുക്ക് മേളിൽ നിന്ന് എങ്ങും ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റും ട്രെൻഡ് ലൈൻ്റെ ഉള്ളതുകൊണ്ട് മൂന്നാമത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ കയ്യിലോട്ട് വരുമ്പോൾ അവിടുന്ന് ട്രേഡ് നോക്കാം. എന്നിട്ട് നിങ്ങൾ തോനെയൊന്നും ടാർഗറ്റ് നോക്കണമെന്നില്ലെന്നേ. ഫസ്റ്റ് ടാർഗറ്റ് ദാണ്ട് ഈ ഒരു ലോയിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അടുത്ത ടാർഗറ്റ് ഈ ഒരു ലോ. അപ്പോൾ അതിനും താഴത്താണ് മാർക്കറ്റ് വന്നത്. അപ്പോൾ വീണ്ടും ലോവർ ഹൈ ലോവർ ലോയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ലോവർ ഹൈ ലോവർ ലോയിൽ വന്നിട്ട് അവസാനത്തെ ഹൈ വരെ മാർക്കറ്റിന് വരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈക്ക് മുകളിൽ കയറിയാൽ വീണ്ടും അടുത്ത റെസിസ്റ്റൻസിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ. അവിടെ സ്ട്രോങ് ആയിട്ട് കയറണം, എന്നിട്ട് ഹയർ ഹൈ ലോ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇവിടെ നിന്ന് വീണ്ടും താഴത്ത് വന്ന് പുതിയൊരു ലോ വെക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ്. തിരിച്ച് കയറുമ്പോൾ റെസിസ്റ്റൻസിനെ വീണ്ടും റെസ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ പോകണമെന്നില്ല, പോകാതെ ഇങ്ങനെ തിരിയാം. അപ്പോൾ ഇങ്ങനെ തിരിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെയും ഈ ഒരു കയ്യിൽ നിന്നും താപ്പോട്ടേക്ക് ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ചാർട്ടിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അത് മൂവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്. ട്രേഡ് എടുക്കാനായിട്ട് ഹയർ ലോയിൽ പോകുകയാണെങ്കിൽ, മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു സപ്പോർട്ടിൽ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനായിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് കിട്ടണം. ലോവർ ലോയിൽ വരുന്ന മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടണം. റെസിസ്റ്റൻസിൽ നിന്ന് താഴത്തോട്ട് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ കിട്ടണം. ഇതുപോലെ ട്രെൻഡ് ലൈൻ കിട്ടണം. ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയ ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് വരുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് പ്ലാൻ ചെയ്യാം താഴത്തോട്ട്. ഇവിടെയും ഹൊറിസോണ്ടലായിട്ടും റെസിസ്റ്റൻസ് ഏരിയാസ് വന്നിട്ടുണ്ട്. ലോവർ ലോയിൽ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൽ നിന്ന് എപ്പോഴും താഴത്തോട്ട് ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. ഹയർ ലോയിൽ പോകുമ്പോൾ സപ്പോർട്ടിൽ നിന്ന് എപ്പോഴും ബൈ എടുക്കാനായിട്ട് ശ്രമിക്കുക. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കണമെന്നില്ലെന്നേ, അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒക്കെ ട്രേഡ് എടുക്കാം. കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ബുള്ളിഷ് ആയിരിക്കാം മാർക്കറ്റ്, പക്ഷേ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻസിൽ ആ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഹയർ ലോയിൽ പോയ മാർക്കറ്റ്, ഹയർ ടൈം ഫ്രെയിമിൽ ഹയർ ലോയിലായിരിക്കും മാർക്കറ്റ് പോയത്. ചെറിയ ടൈം ഫ്രെയിമിൽ വരുമ്പം അതൊരു ലോവർ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്തിനനുസരിച്ചുള്ള ട്രേഡിങ് നമുക്ക് താഴത്തോട്ട് നോക്കാം. ഓക്കെ, അപ്പോഴും നോക്കേണ്ടുന്നൊരു കാര്യം അവസാനത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് കയറുന്നുണ്ടോ എന്നാണ്. ലോവർ ലോയിൽ വരുമ്പോൾ അവസാനത്തെ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അപ്പം നമുക്ക് താഴത്തോട്ട് തന്നെ ആ റെസിസ്റ്റൻസിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചാർട്ടിനെ ഒന്ന് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട്, ഇതെല്ലാ ടൈം ഫ്രെയിമിലും വർക്കിംഗ് ആണ്. നമ്മൾ ഡെയിലിയിൽ നോക്കി, ഇപ്പോൾ 1 ഹവറിൽ നോക്കിയായിരുന്നു, ഇപ്പോൾ 5 മിനിറ്റിൽ നോക്കി. ഇതേത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, ട്രേഡ് എടുക്കാനിരിക്കുന്നത്, ആ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇതുപോലെ സ്റ്റഡി ചെയ്തിട്ടെങ്കിൽ ട്രേഡ് ചെയ്താൽ മതിയെന്നേ. ചാർട്ടിനെ നമ്മൾ ഇതുപോലെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം സമയം കൂടുതലാവുന്നതുകൊണ്ട് വീഡിയോ അധികം നമ്മൾ നീട്ടുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.